നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ തിളക്കമാർന്ന വിജയം മതേതര കേരളത്തിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത വേളയിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിന്റെ നിറഞ്ഞ ചാരിതാർത്ഥ്യം തനിക്കുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. UDF ഒരു കുടുംബമായി ഒരുമിച്ച് നിന്ന് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണിതെന്നും ഈ ഉജ്ജ്വല വിജയത്തിന് കാരണക്കാരായ കേരളത്തിലെ വോട്ടർമാർക്കും ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മുടെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയ്ക്ക് മുന്നിൽ കീഴടങ്ങാത്ത ശക്തമായ മതേതര നിലപാടാണ് കേരളം സ്വീകരിച്ചതെന്ന് സതീശൻ ആവർത്തിച്ചു. നമ്മുടെ കേരളം മതേതര കേരളമാണെന്ന് രാജ്യത്തോടുള്ള മലയാളികളുടെ വലിയ പ്രഖ്യാപനമായി വേണം ഈ ജനവിധിയെ കാണാൻ. തങ്ങളുടെ പുതുയുഗ യാത്രയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും പുതിയൊരു ഭരണയുഗത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലങ്ങളായി CPM-ന് വോട്ട് ചെയ്തിരുന്നവരും ഇടതുപക്ഷ സഹയാത്രികരും ഇത്തവണ UDF-നെ സഹായിച്ചുവെന്നത് വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ്. ഇതിന്റെ ഫലമായാണ് CPM-ന്റെ ഉരുക്കുകോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ പോലും ഇത്തവണ തകർന്നു വീണതെന്നും അദ്ദേഹം പറഞ്ഞു. UDF-ന് പുറത്തുള്ളവർ പോലും മാറ്റത്തിനായി ആഗ്രഹിച്ചതാണ് ഈ അട്ടിമറി വിജയത്തിന് കരുത്തായത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം അനുഭവിച്ച തുടർഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമാണ് ജനങ്ങൾ കൈക്കൊണ്ടത്. കേരളത്തെ ഇന്ത്യയിലെ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള കൃത്യമായ പദ്ധതികളുമായാണ് UDF ഭരണത്തിലേക്ക് കടക്കുന്നത്. ജനങ്ങൾ നൽകിയ വലിയ അംഗീകാരം ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്നുവെന്നും അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും യാഥാർത്ഥ്യമാക്കാൻ UDF പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ജനവിധി ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിന് തന്നെ പുതിയൊരു മാതൃകയാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെയും വിനയത്തോടെയും ജനവിധിയെ ഉൾക്കൊള്ളുന്നുവെന്നും വികസന മുരടിപ്പില്ലാത്ത പുതിയൊരു കേരളം പടുത്തുയർത്താൻ മുന്നണി ഒരുമിച്ച് നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പല പ്രവചനങ്ങളെയും അപ്രസക്തമാക്കുന്ന ഫലങ്ങളാണ് പുറത്തുവന്നതെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി. 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന് താൻ പറഞ്ഞപ്പോൾ പലരും പരിഹസിച്ചിരുന്നെങ്കിലും ആ കണക്കുകളെയും മറികടന്ന് മിക്കവാറും എല്ലാ മന്ത്രിമാരും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി പോലും പല റൗണ്ടുകളിലും പിന്നിലായ സാഹചര്യം ഇടതുപക്ഷത്തിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. നിശബ്ദമായി നടത്തിയ സംഘടനാ പ്രവർത്തനത്തിലൂടെ UDF-നെ വിട്ടുപോയ പഴയകാല ശക്തികളെയും സാമൂഹിക ഗ്രൂപ്പുകളെയും തിരികെ കൊണ്ടുവരാൻ തങ്ങൾക്ക് സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ഉം BJP-യും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ ഡീൽ ഉണ്ടായിരുന്നെന്നും എന്നാൽ താഴെത്തട്ടിലുള്ള അണികൾ ഈ ഡീൽ പൊളിച്ചു കൊടുത്തുവെന്നും അദ്ദേഹം വിമർശിച്ചു. ആ ഡീൽ UDF അജണ്ടയാക്കിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും കേരളത്തിൽ അത് VD സതീശന്റെ വിജയമാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 10 വർഷം ഭരിച്ച പിണറായി സർക്കാർ ഇനിയും തുടരുമെന്നുള്ള വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് VD സതീശൻ UDF-ന്റെ നിർണായകത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. പ്രതിപക്ഷ നേതാവാണ് എന്നതൊക്കെ സത്യം തന്നെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അത് എടുത്തു പറയേണ്ട തന്നെയാണ്. വളരെ കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി 100-ലധികം സീറ്റുകളോടുകൂടി UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന VD സതീശന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം.